നമസ്കാരം, ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. കുട്ടികളിലെ നേത്രരോഗങ്ങളെക്കുറിച്ചാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിക്കുന്നത്. നമുക്കൊപ്പം ചേരുന്നത് തിരുവനന്തപുരം റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഒഫ്താൽമോളജിയിലെ പ്രൊഫസർ ഡോക്ടർ ഗാർഗി സതീഷാണ്. നമസ്കാരം ഡോക്ടർ, സ്വാഗതം. നമസ്കാരം ഡോക്ടർ. ഇന്നത്തെ നമ്മുടെ വിഷയം കുട്ടികളിലെ നേത്രരോഗങ്ങളെക്കുറിച്ചാണ്. സാധാരണ കുട്ടികളിൽ കണ്ടുവരാറുള്ള നേത്രരോഗങ്ങൾ എന്തെല്ലാമായിരിക്കും? ഇത് ജനിതകമായി വരുന്ന നേത്രരോഗങ്ങൾ ഉണ്ടാകുമോ? ജനിതകമായിട്ടുള്ള നേത്രരോഗങ്ങളുണ്ട്. സാധാരണയായി കാണുന്നതെന്ന് ചോദിച്ചാൽ ഏറ്റവും കൂടുതലായിട്ട് കാണാറ് റിഫ്രാക്റ്റീവ് എറേഴ്സാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ മയോപ്പിയ, ഷോർട്ട് സൈറ്റ്, ലോങ് സൈറ്റ്, അസ്റ്റിഗ്മാറ്റിസം അങ്ങനത്തെയാണ് ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത്. അത് കണ്ടുപിടിച്ച് നമ്മൾ കണ്ണാടി കൊടുക്കുക എന്നുള്ളതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട ചികിത്സ. ജനിതകമായിട്ട് വരാം. എല്ലാ ഓർഗനിനെ പോലെയും കണ്ണിനെയും ഭ്രൂണാവസ്ഥയിലുണ്ടാകുന്ന പല കാരണങ്ങൾ കൊണ്ടും അല്ലാതെയും ജീൻസിൻ്റെ കാരണം കൊണ്ടും പല പല പ്രശ്നങ്ങൾ, കണ്ണിൻ്റെ വലിപ്പം തീരെ ചെറുതായിട്ടിരിക്കുക, മൈക്രോഫ്താൽമോസ്, കണ്ണെ ഡെവലപ്പ് ചെയ്യാതിരിക്കുക, അനോഫ്താൽമോസ്, അങ്ങനെ പല പല വലിയ വലിയ കണ്ടീഷൻസ് തൊട്ട് ചില്ലറ ചെറിയ കാര്യങ്ങൾ വരെ ജനിതകമായിട്ടും ഉണ്ടാകാം. ഏറ്റവും സർവ്വസാധാരണമായിട്ടുള്ളത് റിഫ്രാക്റ്റീവ് എറേഴ്സാണ്. തീർച്ചയായും ഡോക്ടർ, അതുപോലെ തന്നെ കാറ്ററാക്ട്സ് മൂലമുണ്ടാകുന്ന നേത്രരോഗങ്ങൾ ഉണ്ടാകുമല്ലോ. അതുപോലെ തന്നെ ഗ്ലോക്കോമ, ഡയബറ്റിസ് എല്ലാം സംബന്ധമായ നേത്രരോഗങ്ങൾ കുട്ടികളിൽ കണ്ടുവരാറുണ്ടോ? അത് ഭാഗ്യവശാൽ ഇതെല്ലാം വളരെ കുറവാണ്. എന്നാലും ഇല്ലാതില്ല. ഒരുമാതിരി മുതിർന്നവർക്ക് വരുന്ന മിക്ക രോഗങ്ങളും കുട്ടികളിലും ഉണ്ടാവും. അതിൻ്റെ പ്രാധാന്യം വ്യത്യസ്തമാണ്. കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്നു എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളാണ്. അവർക്കുള്ള ജീവിതം മുമ്പോട്ട് കുറേ ഉണ്ടെന്നുള്ളതിനുപരി അവർക്ക് കുറച്ച് കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്നു. തിമിരം വരാം. ഇതെല്ലാം കുട്ടികളുടെ പ്രായത്തിൽ വന്നാലുള്ള പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ അത് അന്നേരം തന്നെ ചികിത്സിച്ച് മാറ്റിയില്ലെങ്കിൽ, ഇപ്പോൾ ഒരു 2 മാസത്തിലുള്ള തിമിരം നമുക്ക് കുഞ്ഞ് കുറച്ചും കൂടി വലുതാവട്ടെ എന്നിട്ട് മാറ്റാമെന്ന് വിചാരിച്ചാൽ പക്ഷേ നമ്മുടെ കാഴ്ച പിന്നീട് വികസിക്കില്ല. അപ്പോൾ കുഞ്ഞുങ്ങളുടെ കാഴ്ചശക്തി വളരെ വളരെ എളുപ്പമാണ് വികസിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഒരു 2 വയസ്സാകുമ്പോഴത്തേക്കുമൊക്കെ വികസിക്കേണ്ടതെല്ലാം വികസിച്ച് അത് പൂർണ്ണ ഒരു അവസ്ഥയിലെത്തി. അപ്പോൾ അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും ഒരു വിഘ്നം, ഒരു തടസ്സം അവിടെ നേരിട്ടാൽ അത് അവിടെ വെച്ച് തടസ്സപ്പെടും. അതുകൊണ്ട് തന്നെയാണ് ഈ തിമിരം, ഗ്ലോക്കോം അതിനൊക്കെ കൂടുതലൊരു പ്രസക്തി അവിടെ ഉള്ളത്. അപ്പോൾ അത് കണ്ടുപിടിച്ചാൽ ഉടനെ തന്നെ ചികിത്സിച്ച് അതിനുള്ള സർജറി ആണെങ്കിൽ സർജറി, അത് കഴിഞ്ഞ് കണ്ണാടി എല്ലാം ഒരു കുറേ കാലം നമുക്ക് ഫോളോ അപ്പ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. തിമിരം വരാം, ഗ്ലോക്കോമ വരാം. വളരെ വളരെ റെയറാണ്, ഭാഗ്യവശാൽ വളരെ കുറവാണ്. പിന്നെ ഡയബറ്റിസ് പൊതുവെ മുതിർന്ന ആൾക്കാരുടെ അസുഖമാണ്. നമുക്കൊരു ടൈപ്പ് 1 ഡയബറ്റിസ് ഉണ്ട് കുട്ടികളിൽ വരുന്നത്. ആ ഡയബറ്റിസ് ഉള്ള കുട്ടികളെ ഡെഫിനറ്റ്ലി സ്ക്രീൻ ചെയ്യണം. എന്ന് പറഞ്ഞാൽ മുതിർന്നവരിലെ ഡയബറ്റിക് റെറ്റിനോപ്പതിയേക്കാൾ എളുപ്പം പ്രോഗ്രസ് ചെയ്യുന്ന ഡയബറ്റിക് റെറ്റിനോപ്പതിയാണ് അവരുടെ. അതുകൊണ്ടത് കണ്ടുപിടിച്ച അപ്പം തൊട്ട് വളരെ ഇതായിട്ട് എല്ലാ വർഷവും ഒക്കെ സ്ക്രീൻ ചെയ്തുകൊണ്ടിരിക്കണം. ഡോക്ടർ, അതുപോലെ ഒരു ചോദ്യമല്ല, സംശയമാണ്. ഈ കുട്ടികളെന്ന് പറയുമ്പോൾ അവർ സ്കൂളിൽ പോകുന്നവരാണ്. ഇന്നത്തേത് ഒരു ഡിജിറ്റലൈസ്ഡ് ആയിട്ടുള്ള ഒരു പഠന രീതിയാണ്. അപ്പോൾ അവരുടെ സ്ക്രീൻ ടൈമും കൂടുതലായിരിക്കുമല്ലോ. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിൽ കുട്ടികളിൽ കണ്ണട വെക്കേണ്ട സാഹചര്യങ്ങൾ കൂടി വരുന്നില്ലേ? ഈ ഷോർട്ട് സൈറ്റ് അല്ലെങ്കിൽ ലോങ് സൈറ്റ് പോലെയുള്ള കാര്യങ്ങളെല്ലാം കുട്ടികളിൽ കൂടി വരുന്നില്ലേ? തീർച്ചയായും. അതൊരു നമുക്ക് എന്താ പറയുക, ഡബിൾ എഡ്ജ്ഡ് സോഡ് എന്നൊക്കെ പറയുന്ന പോലെ നമുക്കതിനെ ഒഴിവാക്കാനും നിവർത്തിയില്ല. ഇനിയുള്ള കാലത്ത് ഡിജിറ്റൽ സ്ക്രീൻ ഇല്ലാതാക്കാൻ നമുക്കൊരു നിവൃത്തിയില്ല. മിക്ക കുട്ടികളുടെയും പല പല സ്കൂളുകളും ഒക്കെ പുസ്തകത്തിൽ നിന്ന് മാറി ടാബുകളും ഒക്കെ ആക്കി മാറ്റുന്ന കാലഘട്ടത്തിൽ കുട്ടികളെ അതിൽ നിന്ന് മാറ്റി നിർത്താൻ നിവൃത്തിയില്ല. പക്ഷേ ഒരു കണ്ണ് എന്ന നിലയിൽ വളരെ വളരെ ദോഷമാണത് ഡിജിറ്റൽ സ്ക്രീൻ എന്നുള്ളത്. അപ്പം നമുക്കതിനെ എങ്ങനെ അതിൻ്റെ ഒരു നടുവിലത്തെ ഒരു പാതയിൽ കൂടെ കൊണ്ടുപോകാം എന്നുള്ളത് വളരെയധികം ചിന്തിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അത് അച്ഛനമ്മമാർക്കുള്ളൊരു കൂടുതലായിട്ടുള്ളൊരു ഉത്തരവാദിത്വമാണ് ഇനിയുള്ള തലമുറയിൽ. അപ്പോൾ ഇപ്പോൾ ഈ കോവിഡ് ഒക്കെ വന്ന കാലത്ത് ഒരു കോവിഡ് പാൻഡമിക്കിനൊപ്പം തന്നെ ഉണ്ടായ ഒരു പാൻഡമിക്കാണ് മയോപ്പിയ അല്ലെങ്കിൽ ഷോർട്ട് സൈറ്റിൻ്റെ പാൻഡമിക്. പക്ഷേ എല്ലാ കുഞ്ഞുങ്ങളും വീട്ടിനകത്ത് തന്നെ അടഞ്ഞിരുന്നു.
പഠനം മുഴുവനെയും ഈ ഡിജിറ്റൽ സ്ക്രീനിൽ കൂടായി. അപ്പം അടുത്തുള്ള ജോലികൾ, അതിപ്പം ഈയിടെ പഠനങ്ങളെല്ലാം തെളിയിച്ചിരിക്കുന്നത് അടുത്തുള്ള ജോലികൾ കൂടുതൽ ചെയ്തുകൊണ്ടേയിരുന്നാൽ കണ്ണിന് ഷോർട്ട് സൈറ്റ് വളരെയധികം ഉണ്ടാവാനും അത് പ്രോഗ്രസ് ചെയ്യാനുമുള്ള സാധ്യത കൂടുതലുണ്ട്. സോ കോവിഡ് കഴിഞ്ഞോടുകൂടി നമ്മുടെ നാട്ടിലെ എല്ലാം ഒട്ടുമിക്ക കുട്ടികളും മയോപ്പിയ അല്ലെങ്കിൽ ഷോർട്ട് സൈറ്റുള്ള കുട്ടികളായി മാറിയിട്ടുണ്ട്. അത് പഠനം തെളിയിക്കുന്നുമുണ്ട്. അതുകൊണ്ട് ഡിജിറ്റൽ സ്ക്രീനുകൾ ഉപയോഗിക്കുന്നത് വളരെയധികം പരിമിതപ്പെടുത്താനുണ്ട്. അത് പീഡിയാട്രിക് അസോസിയേഷനും ഒഫ്താൽമോളജി എല്ലാ അസോസിയേഷനുകളും അതിന് കറക്റ്റ് മാനദണ്ഡങ്ങളൊക്കെ പറയുന്നുണ്ട്. എത്രത്തോളം ഉപയോഗിക്കാം, ഓരോ വയസ്സിലുള്ള കുട്ടികൾക്ക് അഭികാമ്യമായിട്ട് എത്ര കൊടുക്കണം, എത്ര ദൂരത്ത് വെക്കണം. അപ്പോൾ അതെല്ലാം അതിനനുസരിച്ച് പ്രയോഗിച്ചാൽ ഈ നിയർ സൈറ്റ് അല്ലെങ്കിൽ മയോപ്പിയ എന്നുള്ളത് നമുക്ക് ഒരു പരിധി വരെ കുറയ്ക്കാനും അത് പ്രോഗ്രസ് ചെയ്യുന്നത് കുറയ്ക്കാനും സാധിക്കും. അതുകൊണ്ട് ഡിജിറ്റൽ സ്ക്രീൻ യൂസ് വളരെയധികം ഒരു പ്രശ്നമുണ്ടാക്കുന്നത് തന്നെയാണ്. ഡോക്ടർ, അതുപോലെ തന്നെ ഇപ്പോൾ പലവിധ അലർജികൾ, പ്രത്യേകിച്ച് കുട്ടികളിൽ അലർജികളെല്ലാം കൂടുതലാണ്. അപ്പോൾ ഇത്തരത്തിൽ അലർജി മൂലമുള്ള കണ്ണുരോഗങ്ങൾ എന്തൊക്കെയായിരിക്കും? അത് കൂടി വരുന്നൊരു സാഹചര്യമുണ്ടോ? അലർജി പൊതുവേ തന്നെ നമ്മളുടെ വാഹനപ്പുകയും ഒക്കെ പൊല്യൂഷൻ എല്ലാം കൂടുന്നതിനൊപ്പം അലർജി അസുഖങ്ങൾ എല്ലായിടത്തും കൂടുന്നുണ്ട്. അതുപോലെ തന്നെ കണ്ണിനും അത് കൂടുതലാണ്. അത് അലർജി കൂടുതൽ അഫക്റ്റ് ചെയ്യുക കുട്ടികളെയുമാണ്. എന്ന് പറഞ്ഞാൽ കുട്ടികളാണല്ലോ പുറത്തിറങ്ങി പൊടിയിലൊക്കെ കളിക്കുന്നത്, സ്കൂളിലായാലും അല്ലെങ്കിലും എല്ലാം. അതിപ്പോൾ അലർജിക് കൺജങ്ക്റ്റിവൈറ്റിസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വലിയൊരു ഗ്രൂപ്പ് ഓഫ് അസുഖങ്ങൾ തന്നെയുണ്ട്. അത് കൊച്ചു കുട്ടികൾ, എസ്പെഷ്യലി ആൺകുട്ടികൾ എന്നാണ് പറയപ്പെടുന്നത്, ഈ പൊടിയിലൊക്കെ കൂടുതൽ കളിക്കുന്നത് കാരണം വരുന്നത്. അപ്പോൾ അലർജി എന്ന് പറയുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഒരു നിസ്സാരമായിട്ട് എടുക്കും. അത്ര നിസ്സാരമല്ല. എന്ന് പറഞ്ഞാൽ അത് ഓരോ വർഷവും അല്ലെങ്കിൽ ഓരോ സീസണിൽ അത് വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കും. ഒരു വലിയ ശല്യം പോലെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതിന് കണ്ണ് തിരുമുക, കണ്ണിന് ഭയങ്കര ചുമപ്പ് വരിക, അങ്ങനെ തുടങ്ങുമ്പോൾ അത് ഡോക്ടറെ കാണിക്കുമ്പോൾ ഒരു മരുന്ന് കൊടുക്കും. അപ്പം മരുന്ന് വളരെ മൈൽഡ് മരുന്ന് തൊട്ടൊക്കെ നല്ല സ്ട്രോങ് ആയ സ്റ്റിറോയിഡ് മരുന്ന് വരെ അതിന് ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ അതിൽ മെയിൻ പ്രോബ്ലം അത് കൊടുത്ത് അതിനെ നമുക്ക് കൺട്രോൾ ചെയ്ത് വെക്കാം. പക്ഷേ അടുത്ത കൊല്ലം അല്ലെങ്കിൽ ആ സീസൺ വീണ്ടും വരുമ്പോൾ വീണ്ടും അത് വരും. അപ്പോൾ അതൊരു വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ കുഞ്ഞിൻ്റെ ബുദ്ധിമുട്ട് കാണുമ്പം അടുത്ത പ്രാവശ്യം ചിലപ്പോൾ മാതാപിതാക്കൾ സ്വയം തന്നെ ആ മരുന്ന് ഒഴിച്ചപ്പോൾ കുറഞ്ഞല്ലോ, അപ്പം പിന്നെ അത് തന്നെ അങ്ങ് മേടിച്ചൊഴിച്ചാലോ. അപ്പോൾ നമ്മുടെ നാട്ടിലാണെങ്കിൽ ഓവർ ദ കൗണ്ടർ ഇതെല്ലാം മേടിക്കാനും കിട്ടും. അപ്പോൾ അവർ തന്നെ ഈ സ്റ്റിറോയിഡ് മരുന്നെല്ലാം അടുത്ത പ്രാവശ്യം ചിലപ്പോൾ ഉപയോഗിച്ചെന്നിരിക്കും. അപ്പോൾ അലർജിക് കൺജങ്ക്റ്റിവൈറ്റിസിൽ ഞങ്ങൾ നേത്ര രോഗങ്ങൾ ഡോക്ടർ സംശയവുമായ ഒരു പ്രേക്ഷകൻ ചേരുന്നത് കൊണ്ട് ഞാൻ ഇടപെടുകയാണ്. കണ്ണൂരിൽ നിന്ന് ഉത്തമൻ ചേരുന്നുണ്ട്. ഉത്തമൻ, ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ. ഡോക്ടറെ, അത് കണ്ണിന്റെ കാഴ്ചയുടെ വട്ടം ഇങ്ങനെ കുറഞ്ഞു വരുന്നു. ഇപ്പോഴും ചെറിയൊരു പോയിന്റ് കേന്ദ്രീകരിച്ചിട്ടാണ്. പോയിന്റ് അല്ല, ഒരു ചെറിയ ഒരു ടോർച്ച് അടിക്കുന്ന പോലെ വട്ടത്തിൽ മാത്രമേ കാണുന്നുള്ളൂ. അതിന് എവിടെയെങ്കിലും കാര്യമായി ചികിത്സിക്കാൻ വേണ്ടി തോന്നുന്നു. കുട്ടിയുടെ കാര്യമാണോ അതോ? ഇല്ല, മുതിർന്നവരാണ്. 60 വയസ്സ് ഉണ്ട് എനിക്ക്. 60 വയസ്സുള്ള ആളാണോ? ഇപ്പോ കാഴ്ച കുറഞ്ഞു വരുന്നു എന്നാണോ? രണ്ട് കണ്ണിലും. എന്നിട്ട് കാണിച്ചില്ലേ? എവിടെയും കൊണ്ടുപോയി കാണിച്ചില്ലേ? കാണിച്ചുകൊണ്ടിരിക്കുന്നു. അത് കാണിച്ചിട്ട് അവരിങ്ങനെ കുറയുന്ന പറയുന്നത്. അല്ല, അതിപ്പോ മുതിർന്ന ഒരാളില് കാഴ്ച കുറയാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. നമുക്ക് ഷുഗർ ഉണ്ടോ? ഷുഗറാണ് ഏറ്റവും വലിയ. ഷുഗർ ഉള്ള ആളാണോ? അല്ല, ഷുഗർ ഇല്ല, റേഞ്ചിൽ മാത്രമേ ഉള്ളൂ, കൂടുതലൊന്നും ഇല്ല. അല്ല, ഷുഗറിന് മരുന്ന് കഴിക്കുന്ന ആളാണോ? മരുന്ന് കഴിക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് കാരണങ്ങളുണ്ട് മുതിർന്നവരിൽ കാഴ്ച കുറവാൻ. അപ്പോൾ അതിൽ എന്താണ് കാരണം എന്ന് കണ്ടുപിടിച്ചാലേ നമുക്ക്. ഇപ്പോൾ തിമിരമാണെങ്കിൽ എളുപ്പമാണ്. തിമിര ശസ്ത്രക്രിയ ഇന്ന് ഒരുപാട് അഡ്വാൻസ് ചെയ്തിട്ടുണ്ട്. ഗ്ലോക്കോമ എന്ന് പറഞ്ഞ അസുഖമുണ്ട്, അതാണെങ്കിൽ അതിന് മരുന്ന് കഴിക്കണം. അപ്പോൾ അതെന്താണെന്ന് നല്ലൊരു ഒഫ്താൽമോളജി വിഭാഗത്തിൽ കാണിക്കണം. എന്നിട്ട് പല പല ടെസ്റ്റുകളും, ഞങ്ങൾക്ക് ഒരുപാട് ടെസ്റ്റുകളുണ്ട് ചെയ്യാൻ. അത് ചെയ്തതിൻ്റെ കാരണം കണ്ടുപിടിച്ചിട്ട് വേണം ചികിത്സിക്കാനത്. തീർച്ചയായും ഡോക്ടർ പ്രേക്ഷകനെ വ്യക്തമായി കാണുമെന്ന് കരുതുന്നു. ഡോക്ടർ, പ്രേക്ഷകന് മുന്നേ നമ്മൾ സംസാരിച്ചു കൊണ്ടിരുന്നത് ഈ അലർജി മൂലം ഉണ്ടാകുന്ന നേത്ര അസുഖങ്ങളെ പറ്റിയാണ്. ഡോക്ടർക്ക് തുടരാം.
അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അലർജി കൂടുതലാണ്. അപ്പോൾ മാതാപിതാക്കൾ മനസ്സിലാക്കേണ്ടത് അതൊരു ശല്യമാണ്. പക്ഷേ കുഞ്ഞ് വളരുന്നതിനനുസരിച്ച് അത് സ്വതവേ കുറഞ്ഞു വരും. ഒരു 10-25 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും ഈ അലർജിക് കൺജങ്ക്റ്റിവൈറ്റിസ് എല്ലാം കുറയാറും തീർത്തും തന്നെ മാറാറും ആണ് പതിവ്. അതുകൊണ്ട് അതിനൊരു ഓരോ പ്രാവശ്യവും ഇത് വളരെയധികം കൂടുമ്പോൾ ഒരു കണ്ണ് ഡോക്ടറെ കാണിച്ചിട്ട് വേണം അത് ചികിത്സിക്കാൻ എന്നുള്ളതാണ്. അല്ലാതെ താനേ ഈ സ്റ്റീറോയിഡ് തുള്ളിമരുന്നെല്ലാം ഉപയോഗിക്കുമ്പോൾ അത് കാരണമുള്ള ബുദ്ധിമുട്ടുകൾ, അതിൻ്റെ ഒരു സൈഡ് ഇഫക്റ്റ് കണ്ണിൻ്റെ പ്രഷർ കൂടുക, ഗ്ലോക്കോമയാണ്. അപ്പോൾ അങ്ങനെയും ഞങ്ങൾ കാണാറുണ്ട്. തന്നെത്താനെ തന്നെ അടുത്ത പ്രാവശ്യം മരുന്ന് മേടിച്ചൊഴിച്ച് അവസാനം ഗ്ലോക്കോമയായിട്ട് കുഞ്ഞ് വരും. അതുകൊണ്ട് അലർജി എന്നുള്ളതും അത്ര നിസ്സാരമല്ല. ചിലപ്പോൾ കണ്ണിൻ്റെ കോർണിയെ തന്നെ അഫക്റ്റ് ചെയ്യാവുന്ന രീതിയിലൊക്കെ വളരാം. പക്ഷെ അത് ഓരോ പ്രാവശ്യവും കണ്ണ് ഡോക്ടറെ കാണിച്ചിട്ട് ചികിത്സിക്കുക, അത്രയേ ഉള്ളൂ. അതൊരു ശല്യം പോലെ കുറച്ചു കാലം തുടരുമെന്ന് മനസ്സിലാക്കിയാൽ മതി. തീർച്ചയായും ഡോക്ടർ. മറ്റൊരു പ്രേക്ഷകൻ കൂടി ചേരുന്നുണ്ട്. ചേർത്തലയിൽ നിന്ന് സുരേഷാണ്. സുരേഷ്, ഡോക്ടറോട് ചോദിച്ചോളൂ. ചോദിച്ചോളൂ സുരേഷ്, ഡോക്ടർക്ക് കേൾക്കാം. എന്റെ മകന് 13 വയസ്സുണ്ട്. ഇപ്പൊ അവന് 3 വർഷമായിട്ട് കണ്ണട ഉപയോഗിച്ചോണ്ടിരിക്കുന്നത്. ആദ്യം -3ഉം -3.5 ആയിരുന്നു. ഇപ്പൊ പരിശോധിച്ചപ്പോ 3.5, 3.75 ആണ്. അപ്പൊ ഭാവിയിൽ അവന് കണ്ണട മാറ്റാവുന്ന ഒരു അവസ്ഥയിലേക്ക് ആകുമോന്ന് അറിയാനായിട്ട്. എത്ര വയസ്സുള്ള കുഞ്ഞാണ്? 13 വയസ്സ്. കണ്ണട മാറ്റാനൊരവസ്ഥ വരില്ല എന്ന് പറഞ്ഞാൽ ആ കണ്ണിൻ്റെ ഒരു ഘടന അങ്ങനെയാണ്. അപ്പോൾ അതിന് -3 പവറുള്ള കണ്ണാടി വെക്കുമ്പോഴേ കാണുന്ന വസ്തുവിൻ്റെ ഇമേജ് കണ്ണിൻ്റെ റെറ്റിനയിൽ നന്നായി പതിക്കുന്നുള്ളൂ എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നമുക്ക് അതിനെ -3 എന്നുള്ളതിൽ നിന്ന് മാറാനൊരു സാധ്യതയില്ല. അതിൽ ഒരു 20 വയസ്സ് വരെയൊക്കെ കുറച്ചായിട്ട് കൂടാനാണ് സാധ്യത. അത് ഇതിപ്പോൾ ഒരു അത്ര കൂടിയിട്ടൊന്നുമില്ല. 3.5 3.75 ഒന്നും നമുക്ക് ഒരുപാട് പരിഭ്രമിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ അതിലും ഇങ്ങനെ വളരെ വളരെ കൂടുതൽ കൂടുകയാണെങ്കിലൊക്കെ നമുക്ക് ഇപ്പം പുതിയ ചില മരുന്നുകളും ഒക്കെ തുള്ളിമരുന്നും ഒക്കെ ഞങ്ങൾ ഒഴിച്ച് നോക്കാറുള്ളൂ. ഇത് ഫോളോ അപ്പ് ചെയ്താൽ മതി. എല്ലാ 6 മാസവും ചെക്ക് ചെയ്ത് കൂടുന്നോ നോക്കാം. പിന്നെ ഒരു 20-22 വയസ്സ് കഴിഞ്ഞ് ഇത് സ്റ്റേബിളാവും. ഇതിൻ്റെ ഒരു മാറ്റം വരാത്ത ഘട്ടത്തിൽ ഇപ്പോൾ പുതുതായിട്ട് കുറേ ലേസർ ചികിത്സകളൊക്കെ ഉണ്ട്. അപ്പം കുഞ്ഞിന് അവൻ്റെ ജോലി, അവൻ ചൂസ് ചെയ്യുന്ന ജോലി അനുസരിച്ചോ അല്ലെങ്കിൽ അവൻ്റെ ഒരു മാനസികമായിട്ടൊരു ആവശ്യം അനുസരിച്ചോ കണ്ണാടി ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ അന്ന് ഈ ലാസിക് അങ്ങനത്തെ കുറച്ച് ലേസർ ചികിത്സകളുണ്ട്. അത് ചെയ്താൽ ഈ കണ്ണാടി ഒഴിവാക്കാൻ ചിലപ്പോൾ സാധിക്കും. പിന്നെ ഈ ഭക്ഷണത്തിൽ ഏതൊക്കെ രീതിയിലുള്ള ഈ കണ്ണിന്റെ കാഴ്ച ഉൾപ്പെടുത്തേണ്ടത് എങ്ങനെയാണ് മാഡം? ഭക്ഷണത്തിൽ എല്ലാ നമ്മളുടെ പൊതുവേ ഉള്ള ന്യൂട്രിഷൻ തന്നെയാണ് കണ്ണിനും. പിന്നെ നമ്മൾ പണ്ട് തൊട്ടേ പഠിക്കുന്ന പോലെ വൈറ്റമിൻ എ വളരെ ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. കണ്ണിൻ്റെ പ്രതലം, കണ്ണിൻ്റെ സർഫസ്, നമ്മുടെ TRV, ഈ ഡിജിറ്റൽ സ്ക്രീൻ എന്തായാലും കുഞ്ഞുങ്ങൾക്കുണ്ടാവും. അപ്പോൾ ആ ടിയേഴ്സിനെയും എല്ലാത്തിനെയും ഇതാവുന്നത് കാരണം വൈറ്റമിൻ എയുടെ അടങ്ങുന്ന ഭക്ഷണങ്ങൾ നല്ലതാണ്. അല്ലാതെ പൊതുവേ ഉള്ള നല്ല ന്യൂട്രിഷൻ മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളതേ ഉള്ളൂ. ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് വേണം കുട്ടികൾക്ക്. അതൊക്കെയാണ് ഈ ഷോർട്ട് സൈറ്റ് കൂടാതിരിക്കാൻ വേണ്ടത്. അടുത്തുള്ളത് പരിമിതപ്പെടുത്തി പുറത്തിറങ്ങി ഒരു ഔട്ട്ഡോർ ആക്ടിവിറ്റികൾ കൂട്ടുക, അങ്ങനത്തെയൊക്കെയാണ്. ശരി മാഡം. ഓക്കെ, താങ്ക് യു. കുട്ടികളിൽ കണ്ണട വെക്കുന്നതിനെ പറ്റിയും കാഴ്ച പ്രശ്നങ്ങളെ പറ്റിയുമൊക്കെയാണ്. ഈ കുട്ടികളിലെ കാഴ്ച പ്രശ്നങ്ങൾ എങ്ങനെ നമുക്ക് നേരത്തെ തിരിച്ചറിയാൻ സാധിക്കും ഡോക്ടർ? കുട്ടികളിൽ ഓരോ പ്രായത്തിൽ നമ്മളിപ്പം കുഞ്ഞ് ജനിച്ച ഉടനെ തന്നെ സ്ക്രീനിങ്, അത് നമ്മുടെ കേരളത്തിലെയൊക്കെ നിയോനറ്റോളജി വിഭാഗമൊക്കെ വളരെ അഡ്വാൻസ്ഡ് ആണ്. ഒരു വെസ്റ്റേൺ ലെവലിൽ അഡ്വാൻസ്ഡ് ആയതുകൊണ്ട് അതും അവർക്കൊരു ചിട്ട പോലെ ഒരു സ്ക്രീനിങ് പ്രോട്ടോക്കോളൊക്കെ ഉണ്ട് ശരിക്കും. അപ്പോൾ നമ്മുടെ ഒരു ഒഫ്താൽമോസ്കോപ്പ് എന്ന് പറയുന്നൊരു ഇൻസ്ട്രുമെൻ്റ് വെച്ച് കണ്ണിൻ്റെ പ്യൂപ്പിൾ എന്ന് പറയുന്ന ഇതിൽ കൂടെ നോക്കുമ്പോൾ ഒരു ചുമന്ന റിഫ്ലക്സ് കാണണം കണ്ണിൻ്റെ റെറ്റിനയുടെ നോർമലി. അപ്പോൾ അത് കാണുന്നുണ്ടോ എന്നൊക്കെയുള്ളൊരു സ്ക്രീനിങ് ടെസ്റ്റൊക്കെ ചെയ്യും ജനിച്ച ഉടനെ തന്നെ. അതെല്ലാം എല്ലായിടത്തും ശരിക്കും വേണ്ടതാണ്. അപ്പം നമുക്ക് പ്രത്യക്ഷത്തിലുള്ള തിമിരം പോലത്തെ പ്രശ്നങ്ങളെല്ലാം ആദ്യമേ തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ജനിച്ച ഉടനെ തന്നെയുള്ളൊരു സ്ക്രീനിങ് വളരെ അഭികാമ്യമാണ്. അത് കഴിഞ്ഞ് പിന്നെ വളരുന്നതിനനുസരിച്ച് അച്ഛനമ്മമാർ അതിലേറ്റവും പ്രധാനം, കുഞ്ഞുങ്ങൾക്ക് പറയാനറിയില്ല ഒരു കണ്ണിന് കാഴ്ചയില്ല എന്നൊന്നും.
അപ്പോൾ അതിൽ ഒന്ന് പ്രധാനമായിട്ടും കോങ്കണ്ണ്. അപ്പോൾ ഒരു കോങ്കണ്ണ് പോലെ എങ്ങാനും ഒരു സംശയം അവനവന് തോന്നാം, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും അത് പറയാം. എന്തായാലും കോങ്കണ്ണിൻ്റെ ഒരു സംശയം തോന്നിയാൽ എന്തായാലും ഒരു ഒഫ്താൽമോളജിസ്റ്റിനെ കാണിക്കണം. അത് ചിലപ്പോൾ കാഴ്ചക്കുറവ് മൂലമാകാം, വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ട് കാരണമാകാം. പിന്നെ കണ്ണിന് ചെറിയ ചെറിയ പിന്നെ നമ്മൾ നോർമൽ ഡെവലപ്മെൻ്റ് ഉണ്ടല്ലോ കുഞ്ഞിൻ്റെ. അപ്പോൾ ഒരു 2 മാസം 3 മാസം പ്രായമാകുമ്പോൾ കുഞ്ഞ് അമ്മയുടെ മുഖത്ത് നോക്കി ചിരിക്കണം. അത് കഴിയുമ്പോഴത്തേക്ക് ഓരോ വസ്തുക്കളെ നോക്കാൻ തുടങ്ങണം. അപ്പോൾ അതിനൊക്കെ എന്തെങ്കിലും ഒരു ഡിലേ ഉണ്ടെങ്കിൽ എന്തായാലും കാണിച്ചിരിക്കണം. എന്തെങ്കിലും നമുക്ക് മാറ്റാൻ സാധിക്കുന്ന കാര്യങ്ങളാണെങ്കിൽ ഉടനെ തന്നെ മാറ്റിയിരിക്കണം. പിന്നെ നമ്മൾ ഈ കുട്ടികളിലെ കണ്ണിന് ചെറിയ ചെറിയ ചലനങ്ങൾ, നിസ്റ്റാഗ്മസ് എന്ന് പറയും, അങ്ങനെയൊക്കെ എന്ത് ചലനങ്ങളുടെ ബുദ്ധിമുട്ട് തോന്നിയാലും കാണിച്ചിരിക്കണം. പിന്നെ ഏറ്റവും കൂടുതൽ കുട്ടികളിലെ കാഴ്ചക്കുറവ് കണ്ടുപിടിക്കുന്നത് അധ്യാപകരാണ്. അതിപ്പോൾ അംഗൻവാടി മുതൽ എല്ലാ സ്ഥലത്തെയും അധ്യാപകരാണ് സ്വതവേ കുട്ടി കാണുന്നില്ല, ബോർഡ് കാണുന്നില്ല, കോപ്പി എഴുതുന്നില്ല, അല്ലെങ്കിൽ അടുത്ത് ചെന്ന് ഫസ്റ്റ് ബെഞ്ചിലിരുന്നാലേ കാണുന്നുള്ളൂ എന്നൊക്കെ ഉള്ളത് അച്ഛനമ്മമാരോട് പറഞ്ഞിട്ട് അവരെ ഒഫ്താൽമോളജിസ്റ്റിൻ്റെ അടുത്ത് പറഞ്ഞയക്കുന്നത്. സെയിം വേ നമ്മളുടെ കേരളത്തിലെല്ലാം ഈ സ്കൂൾ സ്ക്രീനിങ്, ഐ സ്ക്രീനിങ് ക്യാമ്പുകളെല്ലാം നല്ലോണം നടക്കുന്നുണ്ട്. അതും വളരെ വേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അവിടെ വെച്ചിട്ടും നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ കണ്ണിൻ്റെ പ്രതലത്തിൽ എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും, തിരുമുന്നു, കണ്ണിന് ചുമപ്പ്, അങ്ങനെ എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും അത് വെച്ചുകൊണ്ടിരിക്കാതെ കണ്ണിൻ്റെ ഡോക്ടറെ കാണിക്കുന്നത് തന്നെയാണ് നല്ലത്. തീർച്ചയായും ഡോക്ടർ ഇപ്പോൾ സ്കൂളിൽ പോകുന്ന കുട്ടികളിലെ നേത്രരോഗങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ അവരുടെ ബുദ്ധിമുട്ടുകൾ തിരിച്ചറിയുന്നതിനെ പറ്റി സംസാരിച്ചു. ഈ തീരെ ചെറിയ കുഞ്ഞുങ്ങൾ ഉണ്ടാകുമല്ലോ, അവരിൽ ഉണ്ടാകുന്ന നേത്രരോഗങ്ങൾ അപ്പോൾ എങ്ങനെ തിരിച്ചറിയാൻ സാധിക്കും? തീരെ അതാണ് ഞാൻ പറഞ്ഞത്, അതിൻ്റേതായ സ്ക്രീനിങ് പ്രോട്ടോക്കോളുകൾ വേണം ജന്മനാ തന്നെ. ഇപ്പോൾ നമുക്ക് പ്രീ ടേം ബേബീസിനുണ്ട് അവർക്ക് മാത്രം വരുന്ന ഒരു അസുഖമുണ്ട്, റെറ്റിനോപ്പതി ഓഫ് പ്രിമച്യൂരിറ്റി. അപ്പോൾ അതിനൊരു പ്രത്യേക സ്ക്രീനിങ് പ്രോട്ടോക്കോൾ ഉണ്ട്. അത് നിയോനറ്റോളജി യൂണിറ്റിലുള്ള ഡോക്ടർക്കും നഴ്സിനും എല്ലാം അറിയാം. അപ്പോൾ അവരത് സമയാസമയം ഒഫ്താൽമോളജിസ്റ്റിനെ അറിയിച്ച് ഞങ്ങൾ അവിടെ ചെന്നത് നോക്കും. അതേപോലെ തന്നെ ഉണ്ടായ ഉടനെ ഒരു സ്ക്രീനിങ് ഉണ്ട്. അതിൽ ഇങ്ങനെ തിമിരം അല്ലെങ്കിൽ കോർണിയയിൽ എന്തെങ്കിലും പ്രശ്നം അങ്ങനെയൊക്കെ ഉണ്ടോ എന്നുള്ളത് ഒരു നോട്ടത്തിൽ അത് മനസ്സിലാവുന്ന ചില കാര്യങ്ങളുണ്ട്. അത് എന്തായാലും സ്ക്രീൻ ചെയ്തിരിക്കണം. പിന്നെ വളരുന്നതിനനുസരിച്ച് തിമിരം അല്ലെങ്കിൽ കണ്ണിനകത്ത് ചില വളർച്ചകൾ അങ്ങനെയൊക്കെ വരുന്നത് കണ്ണിൻ്റെ പ്യൂപ്പിൾ എന്ന് പറയും, കണ്ണിൻ്റെ ഐറിസിൻ്റെ നടുവിലെ ആ ഒരു ചെറിയൊരു ദ്വാരം, അത് സ്വതവേ നല്ല ഡാർക്ക് ബ്ലാക്ക് ആയിട്ടിരിക്കുന്ന സ്ഥലത്ത് ചെറിയ വെള്ള നിറം, അത് പാല് കൊടുക്കുമ്പോഴോ അല്ലാത്തപ്പോഴോ അമ്മമാർ നോട്ടീസ് ചെയ്ത്. അപ്പോൾ കണ്ണിൽ എന്ത് നിറവ്യത്യാസം ഉണ്ടായാലും, എസ്പെഷ്യലി കണ്ണിൻ്റെ നടുവിൽ പ്രകാശം അകത്തോട്ട് പോകേണ്ട ഭാഗത്ത് എന്ത് വ്യത്യാസം ഉണ്ടെങ്കിലും അത് കാണിച്ചിരിക്കണം. പിന്നെ കോങ്കണ്ണ്, ഈ കണ്ണിൻ്റെ ഇളക്കങ്ങൾ, കണ്ണിന് കടുത്ത ചുമപ്പ്, അല്ലെ കുഞ്ഞിന് വെളിച്ചത്തോട്ട് നോക്കാൻ വയ്യാതെ ആവുക, കണ്ണിൻ്റെ കൃഷ്ണമണിയുടെ ക്ലാരിറ്റിയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ട്, അങ്ങനെ എന്തുണ്ടെങ്കിലും. പിന്നെ നമുക്ക് തന്നെ അറിയാം, കുഞ്ഞ് കളിപ്പാട്ടം ദൂരെയുള്ള കളിപ്പാട്ടം കാണുന്നില്ല, അല്ലെങ്കിൽ ദൂരെ നിന്ന് നമ്മൾ നടന്നു വരുമ്പോൾ നമ്മളെ കാണുന്നില്ല, അങ്ങനെ പല പല സംശയങ്ങൾ തോന്നിയാലും അത് വെച്ചുകൊണ്ടിരിക്കാതെ കാണിക്കുന്നത് തന്നെയാണ് നല്ലത്. ഡോക്ടർ, അതുപോലെ തന്നെ കണ്ണിന് വിസിബിൾ ആയുള്ള പ്രശ്നങ്ങൾ ഇല്ലെങ്കിലും ഇടയ്ക്ക് ചെക്കപ്പ് ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത എത്രത്തോളമായിരിക്കും? അങ്ങനെ ഒരു നമ്മളായിട്ടൊരു പ്രശ്നമില്ലാതെ കുട്ടികളെ കാണിക്കേണ്ട കാര്യമൊന്നുമില്ല. അതാണ് ഞാൻ പറഞ്ഞത്. ശരിക്കും നമ്മൾക്കത് 1-2 ഘട്ടങ്ങളിൽ സ്ക്രീനിങ് ആണ് ചെയ്യേണ്ടത്. ഒന്ന് ജനിച്ച ഉടനെ, 2 നമ്മൾ സ്കൂളിൽ കയറുമ്പോൾ, നമ്മുടെ പ്രൈമറി സ്കൂളിലാണെങ്കിലും സെക്കൻഡറി തലത്തിലാണെങ്കിലും ഒരു ഐ സ്ക്രീനിങ് ക്യാമ്പ് നടത്തിയ ഒട്ടുമിക്ക റിഫ്രാക്റ്റീവ് എറേഴ്സിനെയും നമുക്ക് അവിടെ കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ ഒരു ഹൈസ്കൂൾ തലത്തിലോട്ടൊക്കെ ആയ കുട്ടികൾക്ക് തന്നെത്താൻ ഇത് പറയാൻ പറ്റും. ആ തലത്തിലും ഒരുപാട് ബുദ്ധിമുട്ടുകൾ അവർക്ക് കൂടുതലുണ്ട്. എന്നാലും ഇങ്ങനെ 1-2-3 ഘട്ടങ്ങളിലൊരു സ്ക്രീനിങ് ആണ് ശരിക്കും ഒരു പ്രോട്ടോക്കോളായിട്ട് നമുക്ക് വേണം. നമ്മളുടെ കേരളത്തിൽ അത് കുറേയൊക്കെ നടക്കുന്നുണ്ട്. എന്നാലും അതൊരു സ്ട്രിക്റ്റ് പ്രോട്ടോക്കോൾ ആയാൽ തന്നെ നമുക്ക് ഇവരിലെ അതല്ലാതെ ഒരു പ്രശ്നവും ഇല്ലാതെ സുഖമായിരിക്കുന്ന കുഞ്ഞിനെ കൊണ്ടുവന്നിടയ്ക്ക് കാണിക്കേണ്ട കാര്യമൊന്നുമില്ല.
ഡോക്ടർ, അതുപോലെ തന്നെ ഇതിന് മുന്നേ ചേർന്ന പ്രേക്ഷകൻ ചോദിച്ചിരുന്നു കാഴ്ചശക്തി കൂട്ടാനായി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടത് എന്തെല്ലാമാണെന്ന്. അപ്പോൾ ഡോക്ടർ, ഈ കുട്ടികളിലെ കാഴ്ച പ്രശ്നങ്ങൾക്ക് ഡയറ്റിന് റോളുണ്ടോ? ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയായിരിക്കും? ഡയറ്റിന് പൊതുവെയുള്ള ആരോഗ്യത്തിൻ്റെ റോളാണ് മെയിനായിട്ട്. പിന്നെ അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ എല്ലാവരും നമ്മൾ സ്കൂളിൽ തൊട്ട് പഠിക്കുന്ന പോലെ കണ്ണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആലോചിക്കുന്ന വൈറ്റമിൻ എ ആണ്. അപ്പോൾ വൈറ്റമിൻ എ ഡെഫിനറ്റ്ലി വളരെ പ്രാധാന്യമുള്ളതാണ്. എഗെയിൻ നമ്മളുടെ കേരളത്തിൽ അതിൻ്റെ ഡെഫിഷ്യൻസിയൊക്കെ വളരെ കുറവാണ്. വേറെയും ചില അസുഖങ്ങളുടെ കൂടെയൊക്കെ കുഞ്ഞുങ്ങളിൽ വൈറ്റമിൻ എ ഡെഫിഷ്യൻസി കാണാറുള്ളൂ, എങ്കിലും അപൂർവമായിട്ട് കാണാറുണ്ട്. അതുകൊണ്ട് വൈറ്റമിൻ എ അടങ്ങുന്ന ഭക്ഷണങ്ങൾ ഡെഫിനറ്റ്ലി നമ്മൾ ആ പ്രായത്തിൽ കൂടുതൽ എന്താ പറയുക, പച്ച നിറത്തിലുള്ള ഇലവർഗ്ഗങ്ങൾ, നമ്മുടെ ഓറഞ്ച് മഞ്ഞ നിറത്തിലുള്ള മത്തങ്ങ, ക്യാരറ്റ്, മീൻ, അങ്ങനത്തെ ചില ഭക്ഷണങ്ങൾ വൈറ്റമിൻ എയിൽ അടങ്ങിയ ഭക്ഷണങ്ങൾ നല്ലതാണ്. പിന്നെ കണ്ണിൻ്റെ പ്രതലവും കണ്ണുനീരും അങ്ങനത്തെ കാര്യങ്ങൾ, അഗെയിൻ ഈ ഡിജിറ്റൽ സ്ക്രീൻ യൂസ് ചെയ്യുമ്പോൾ കണ്ണുനീരിനും കണ്ണിൻ്റെ മുകളിലുള്ള സർഫസിനും ഒക്കെയാണ് ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നത്. അപ്പോൾ അതിൻ്റെ ആരോഗ്യത്തിനും ഈ ചില omega-3 ഫാറ്റി ആസിഡ് പോലെ കാര്യങ്ങളൊക്കെ നല്ലതാണ്. അതിനും ഈ മീനും ഇങ്ങനത്തെ ഇലവർഗ്ഗങ്ങളും നമ്മളുടെ യൂഷ്വൽ ന്യൂട്രിഷനും ഒക്കെ നല്ലതാണ്. വളരെ അപൂർവം വൈറ്റമിൻ ഡിയുടെ കാര്യമൊക്കെ പറയാറുണ്ട്, പക്ഷേ അതെല്ലാം ജനറൽ കുഞ്ഞിൻ്റെ ആരോഗ്യത്തിൻ്റെ അനുസരിച്ച് കണ്ണിൻ്റെ സ്ട്രെയിനൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. മെയിൻലി വൈറ്റമിൻ എ ആണ് ന്യൂട്രിയൻസിൽ കണ്ണുമായിട്ട് നമ്മൾ അന്നും ഇന്നുമൊക്കെ പറയുന്ന ഒരു ന്യൂട്രിയൻറ്റ്. നമ്മൾ കുട്ടികളിലെ നേത്ര രോഗങ്ങളെ പറ്റിയും ഭക്ഷണ രീതികളെ പറ്റിയും എല്ലാം സംസാരിച്ചു. അപ്പോൾ ഇത്തരത്തിൽ കുട്ടികളിൽ ഉണ്ടാകുന്ന നേത്ര രോഗങ്ങൾക്ക് അല്ലെങ്കിൽ പ്രശ്നങ്ങൾക്ക് പരിഹാര മാർഗങ്ങൾ അല്ലെങ്കിൽ ചികിത്സ എന്തെല്ലാമായിരിക്കും? അത് പറഞ്ഞ പോലെ ഓരോ കാര്യത്തിനും ഓരോ സ്ക്രീനിങ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. നമുക്ക് ഓരോ സമയത്ത് എന്ത് രോഗമാണ് വരുന്നത് എന്ന് ആലോചിച്ച് അതിന് കൂടുതൽ ചാൻസ് ഉള്ള കുഞ്ഞുങ്ങളെ പിക്ക് ഔട്ട് ചെയ്ത് സ്ക്രീൻ ചെയ്യുക എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ഏറ്റവും നവജാത ശിശുക്കളെ എടുത്താൽ പ്രീ ടേം ആയിട്ടുണ്ടാകുന്ന ശിശുക്കൾ, അല്ലെങ്കിൽ ഉണ്ടാകുമ്പോൾ വേറെ എന്തെങ്കിലും വൈകല്യങ്ങൾ ലൈക്ക് നമ്മൾക്ക് ശ്വാസതടസ്സം നേരിട്ടത്, അങ്ങനെ എന്തെങ്കിലും ഒരു വൈകല്യമുള്ള അല്ലെങ്കിൽ ഒരു സെറിബ്രൽ പാൾസിയുള്ള കുഞ്ഞ്, അങ്ങനെയൊക്കെയുള്ള കുഞ്ഞുങ്ങളിൽ ഉറപ്പായിട്ടും കാഴ്ചയുടെ പ്രശ്നങ്ങൾ സാധ്യത കൂടുതലാണ്. കോങ്കണ്ണിന് സാധ്യതയുണ്ട്, തിമിരത്തിന് സാധ്യതയുണ്ട്, കണ്ണിൻ്റെ ഞരമ്പിനെ ബാധിക്കുന്ന റെറ്റിനോപ്പതി. അപ്പോൾ അങ്ങനത്തെ വിഭാഗങ്ങളെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്ത്, എന്നുവെച്ചാൽ ഒരു കണ്ണിന് അസുഖം വരാൻ സാധ്യത കൂടുതലാണെന്ന് നമുക്ക് മനസ്സിലാവുന്ന ആൾക്കാരെ ഐഡൻറ്റിഫൈ ചെയ്ത് അവരെ എന്തായാലും ആ കുട്ടികളെ കൂടുതൽ സ്ക്രീൻ ചെയ്യണം. അതിൽ ഈ പ്രിമച്വർ ബേബീസിനൊക്കെ വളരെ സ്ട്രിക്റ്റായിട്ട് സ്ക്രീനിങ് നടക്കുന്നുണ്ട് ഇപ്പം. അതുപോലെ തന്നെ ഒരു പ്രിവെൻഷൻ, അത് എങ്ങനെ തടയാമെന്ന് ചോദിച്ചുകൊണ്ട് പറയുകയാണ്, ഈ നവജാത ശിശുക്കളിലെയും ഈ ജനിതകമായ കാര്യങ്ങളും തടയാൻ ഏറ്റവും പ്രധാനം ഗർഭിണികളായിട്ട് ഇരിക്കുന്ന സമയത്തെ അമ്മയുടെ ആരോഗ്യം തന്നെയാണ്. അതിൽ റുബല്ല അങ്ങനെ കുറേ ഇൻഫെക്ഷൻസ് ആണ് അതിൽ വലിയൊരു പ്രശ്നങ്ങൾ. അപ്പോൾ അതിൻ്റെയൊക്കെ വാക്സിനേഷൻ പ്രോട്ടോക്കോളുകളും ഒക്കെ കൂടുതൽ സ്ട്രിക്റ്റ് ആക്കുകയും നന്നാക്കുകയും ചെയ്താൽ വളരെയധികം അതിനെ ഈ ജനിതകമായ പല കാരണങ്ങളും നമുക്ക് അവോയ്ഡ് ചെയ്യാം. പിന്നെ സ്ക്രീൻ തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഇന്നത്തെ കാലത്ത് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നത്. അത് പീഡിയാട്രിക് അസോസിയേഷനും ഒക്കെ വളരെ സ്ട്രിക്റ്റ് ഇതുണ്ട്. ഒരു 2 വയസ്സിന് താഴെയുള്ള കുഞ്ഞിന് സ്ക്രീൻ കാണിക്കുക തന്നെ ചെയ്യരുതെന്നാണ്. അഥവാ ആണെങ്കിൽ തന്നെ ഒരു ഗ്രൂപ്പ് വീഡിയോ ചാറ്റിൽ അപ്പൂപ്പനെയും അമ്മൂമ്മയൊക്കെ കാണാം, അങ്ങനെ പാടുള്ളൂ. 2 വയസ്സ് കഴിഞ്ഞാൽ അവർക്ക് സ്ട്രിക്റ്റ് ആയിട്ടുണ്ട്, 1 മണിക്കൂർ കൂടുതൽ പാടില്ല, അതും അച്ഛനും അമ്മയൊക്കെ ഉള്ളപ്പം മാത്രം. വീക്കെൻഡിൽ മാത്രം വേണമെങ്കിൽ അതിൽ കൂടുതൽ. അപ്പോൾ അത് ഓരോ ഉപകരണവും എത്ര അടിയിൽ വെക്കാം എന്നൊക്കെ ഉണ്ട്. ആ ഡിസ്റ്റൻസിൽ വെച്ചിട്ട് കാണുക. ടി വി ആണ് ഭേദം. നമ്മുടെ കയ്യിലുള്ള മൊബൈലെല്ലാം മാക്സിമം ഒഴിവാക്കുക. അതും സ്ക്രീൻ എന്തായാലും യൂസ് ചെയ്യണമെങ്കിൽ സ്ക്രീനിൻ്റെ തന്നെ ഏറ്റവും ക്വാളിറ്റിയുള്ള സ്ക്രീൻ മേടിച്ചു കൊടുക്കുക, അതിൽ ഗ്ലെയർ കുറയ്ക്കുക. അപ്പോൾ ആൻറ്റി ഗ്ലെയർ ആയിട്ടുള്ള സ്ക്രീനുകൾ, ഏറ്റവും മികച്ച സ്ക്രീനുകളൊക്കെ കുറയ്ക്കുക, അത് ഏറ്റവും പരിമിതപ്പെടുത്തുക. ഇനിയിപ്പോൾ അത് നോക്കി പഠിച്ചേ തീരുള്ളൂ കുഞ്ഞിന് എങ്കിൽ തന്നെ ഒരു 20 മിനിറ്റ് കൂടുമ്പോൾ ഒരു ബ്രേക്ക് കൊടുത്തേ പറ്റൂ. ദൂരോട്ട് നോക്കി ഇരിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം, പരസ്പരം സംസാരിക്കുകയോ
എന്തെങ്കിലും ഒരു കാര്യം. അപ്പോൾ അങ്ങനത്തെ ചില ജനറൽ മെഷേഴ്സ്, സ്ക്രീൻ ടൈം കുറയ്ക്കാനും തീർച്ചയായും ഡോക്ടർ, തീർച്ചയായും വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ സമയപരിമിതി ഉള്ളതുകൊണ്ട് മാത്രം ഇടപെടുകയാണ്. കുട്ടികളിലെ നേത്രരോഗങ്ങളെ പറ്റിയാണ് ഹലോ ഡോക്ടർ എന്ന് സംസാരിച്ചത്. തിരുവനന്തപുരം റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഒഫ്താൽമോളജിയിലെ പ്രൊഫസർ ഡോക്ടർ ഗാർഗി സതീഷാണ് നമ്മുടെ സംശയങ്ങൾക്ക് മറുപടി നൽകിയത്. വളരെയധികം നന്ദി ഡോക്ടർ. ഹലോ ഡോക്ടർ അവസാനിക്കുന്നു. നമസ്കാരം.